ഓൾമോസ്റ്റ് ഡാക്കാറിൽ എവിടെ വീണാലും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഹെലികോപ്റ്റർ വരും. അങ്ങനെയാണ് അവർ ഓർഗനൈസ് ചെയ്യുന്നത് ഹെലികോപ്റ്റർ പൊസിഷൻ. അവർക്ക് എത്ര 6 or 8 ഹെലികോപ്റ്റർ ഉണ്ട്. ആദ്യം ഞാൻ കൊച്ചിയിൽ ഇറങ്ങിയപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാണുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമുണ്ടാവില്ല. എൻ്റെ മദർ ആണ് ഫസ്റ്റ് ബൈക്ക് വാങ്ങിച്ചത്. പക്ഷേ മദർ സാധാരണ ഈ റേസിന് അങ്ങനെ വരാറില്ല. പിന്നെ ഓഫ്കോഴ്സ് മദറാണ്. അപ്പോൾ കുറച്ചൊരു പേടി ഉണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും പറ്റുമെന്ന്. എവിടെയെങ്കിലും ഓടിക്കുകയാണെങ്കിൽ പെർമിഷൻ ഇല്ലാതല്ല, പെർമിഷൻ ചെയ്തിട്ട് പോലീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ എന്തായാലും ഒരു എന്താ അവിടെ എന്താ ഈ ബൈക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല. പക്ഷെ ആദ്യത്തെ അവർക്ക് അറിയില്ലല്ലോ, അത് അവരുടെ തെറ്റുമല്ല. പക്ഷെ അതൊക്കെ തോന്നുന്നു സമയമെടുക്കും. എന്തായാലും ഒഫീഷ്യലി റേസുകൾ നടത്താൻ എനിക്ക് തോന്നുന്നു സമ്മതിക്കണം. അതൊക്കെ തോന്നുന്നു കേരളത്തിൽ കുറച്ച് പ്രശ്നമായിട്ട് കിടക്കണം. അപ്പോൾ എസ്പെഷ്യലി ഫോർ എക്സാമ്പിൾ സാൻഡിൽ ഞാൻ കുറേ ഓടിക്കുന്നുണ്ട് ഭാരതപ്പുഴയിൽ. അപ്പോൾ അവിടെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വട്ടം ഓടിക്കുമ്പോൾ ഫിൽറ്ററൊക്കെ മാറ്റണം. അത് I think over 5,000-6,000 kilometers of racing, like special stages, and 7,000 to 8,000 kilometer total. ആ ബാക്ക് ഒടിഞ്ഞു കഴിഞ്ഞതും കൈ ഒടിഞ്ഞപ്പോൾ അതൊക്കെ തോന്നുന്ന എല്ലാ അത്ലീറ്റ്സിനും ഉണ്ടാവും. അങ്ങനെ ഡബിൾ ബാക്ക് ടു ബാക്ക് ഒക്കെ ഇഞ്ചറി ആകുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുക എന്തിനാ ഞാൻ എത്ര ആ ചോദ്യം ചിലപ്പോൾ വരും. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും മലയാളികളെ നാം കാണാറുണ്ടെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പല ലോക റെക്കോർഡ്സും മലയാളികൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളതും അതുപോലെ ഒരു വിശിഷ്ട വ്യക്തിയാണ്. സൗദി അറേബ്യൻ മരുഭൂമിയിൽ കൂടി വാഹനം ഓടിച്ച്, അതായത് ബൈക്ക് ഓടിച്ച് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരാളാണ് ഹരിത് നോഹ. വെൽക്കം ടു അവർ ഷോ ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ ടു ദ ഡക്കാർ റാലി ചാമ്പ്യൻ. ഡക്കാർ റാലി എന്നുള്ളത് മലയാളികൾക്ക് ചിലപ്പോൾ ഫേമസ് അല്ലായിരിക്കും. സോ എന്താണ് ഡക്കാർ റാലി? ഡക്കാർ റാലി എന്ന് പറഞ്ഞാൽ ഒരു അൾട്രാ എൻഡ്യൂറൻസ് ഇവന്റ് മാതിരിയാണ്. 12 സ്റ്റേജുകളാണ് നോർമലി. ഈ വർഷം 12 സ്റ്റേജുകളാണ്. ആദ്യത്തെ ഒരു സ്റ്റേജ് 2 ദിവസം. അപ്പോൾ ഓൾമോസ്റ്റ് 13 days ഓഫ് റേസിങ്. പിന്നെ അതിൻ്റെ ഇടയിൽ 6 സ്റ്റേജുകൾ കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റ് ഡേ ഉണ്ടാവും. അപ്പോൾ വെരി ടഫ് 2 weeks ആണ്. അത് I think over 5,000-6,000 kilometers of racing, like special stages, and 7,000 to 8,000 kilometer total. അത് നമ്മൾ ഫിറ്റ്നസ് വൈസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പിന്നെ ഒബ്വിയസ്ലി മെൻറ്റൽ സൈഡും ഡിഫിക്കൽട്ടാണ്. പിന്നെ ബൈക്കിനുള്ള ലോഡും അത്രയും ദിവസങ്ങൾ സാൻഡ് കൂടെയും കല്ല് കൂടെയും ഒക്കെ എൻഡ്യൂർ ചെയ്യാനുള്ള. നോർമൽ റേസിംഗ് പോലുള്ള ഇതൊരു ഡെസേർട്ട് ടൈപ്പ് ഓഫ് റാലിയാണ്. ആൻഡ് അവിടെ നമുക്ക് GPS കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു മാപ്പ് ഉണ്ടാവും. ആ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ നമ്മൾ ചേസ് ചെയ്ത് പോകേണ്ടത്. സോ അതിനെപ്പറ്റി ഒന്ന് പറയുമോ? ഇതിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ്, ഇതിൻ്റെ ബാക്കിയുള്ള ആ ഒരു കാര്യങ്ങൾ? ബേസിക്കലി നമുക്ക് ബൈക്കിൽ ടൈമിംഗ് ആണ് റേസ്. എല്ലാവരും ഒരുമിച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഒരു ഫസ്റ്റ് ബൈക്കുണ്ട്, ക്വാഡ്സ് ഉണ്ട്, SSVs ഉണ്ട്, സ്മോൾ കാർസ് ഉണ്ട്, പിന്നെ ട്രക്സ് ഉണ്ട്. ഫസ്റ്റ് ബൈക്സ് ആണ് പോവുക. അപ്പോൾ ഒരു ഫസ്റ്റത്തെ റൈഡർ പോയി കഴിഞ്ഞിട്ട് ഒരു ടൈം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് റൈഡർ പോകുക. സാധാരണ ആദ്യത്തെ ടോപ്പ് 10 3 minutes ആണ്. ഫസ്റ്റത്തെ റൈഡർ കഴിഞ്ഞ് 3 minutes കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റൈഡർ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എല്ലാവരും ബാരിക്കേഡ് അങ്ങനൊന്നുമില്ല. നമ്മൾ ഫ്രണ്ടിലൊരു പേപ്പർ ഉണ്ടാവും, ഒരു റോൾ ചെയ്തത്. അതിൽ ഒരു ടൈമിൽ ഒരു 3 നോട്ട്സ് കാണാം. അത് നമ്മൾ മാനുവലി അമർത്തിയിട്ട് സ്ക്രോൾ ചെയ്യണം. പിന്നെ മേലെ ഓഡോമീറ്റർ ഉണ്ടാവും, കിലോമീറ്റർ, പിന്നെ റൈറ്റ് സൈഡിൽ കോമ്പസ് ഹെഡിങ് ഉണ്ടാവും. അതായത് ബൈക്ക് ഏത് ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം സൗത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് ബൈക്ക് നിൽക്കുന്നത്. 180 ആണെങ്കിൽ 180 ആണെങ്കിൽ സൗത്ത്, 0 ആണെങ്കിൽ നോർത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ നാവിഗേറ്റ് ചെയ്യണം ഈ ഡെസേർട്ട് കൂടെ. ഒക്കെ കംപ്ലീറ്റ് ഓഫ് റോഡാണ് 100%. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആ സ്പീഡും ഈ നാവിഗേഷനും അത് വായിച്ചിട്ട് ഫാസ്റ്റിൽ ഓടിക്കണം. അങ്ങനെയാണ് റാലി. പിന്നെ അതിൽ പങ്കെടുക്കാൻ നമ്മൾ വേൾഡ് റാലി ചാമ്പ്യൻഷിപ്പത്തെ അറ്റ്ലീസ്റ്റ് ഒരു റൗണ്ട് ചെയ്യണം. അത് മാത്രമല്ല, അവരിപ്പോൾ 2 കൊല്ലമായിട്ട് സെലക്ഷനാണ്. അതായത് അത് ചെയ്താൽ മാത്രം പോരാ, അവർ റാൻഡമായിട്ടല്ല, അവർ നോക്കും നിങ്ങളെ റൈഡിങ് ലെവൽ, നിൻ്റെ പൊസിഷൻ, അങ്ങനെ നോക്കിയിട്ട് അവർ സെലക്ട് ചെയ്യും. 5ാമത്തെ പ്രാവശ്യമാണ് ഹാരിത് ഡക്കാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ പ്രീവിയസ് എക്സ്പീരിയൻസ് വേഴ്സസ് കറണ്ട് എക്സ്പീരിയൻസ്. കറന്റ് ഇപ്പോൾ ചാമ്പ്യൻ ആണ്. എനിക്ക് ഞാൻ അതായത് ഇത് മൂന്നാമത്തെ സ്ഥലത്താണ് ഡാക്കാർ ഉണ്ടാവുന്നത്. ആദ്യം നടന്നത് അതിൻ്റെ പേരും ഡാക്കാർ മാത്രമല്ല, പാരീസ് ഡാക്കാറാണ്. ഫ്രാൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആഫ്രിക്ക ഡാക്കാറിലാണ് ഫിനിഷ്. അതാണ് അവരുടെ ഫസ്റ്റ് കുറേ കൊല്ലം അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ സൗത്ത് അമേരിക്കയിലേക്ക് മൂവ് ചെയ്തു.
ഓക്കെ. അപ്പോൾ സൗത്ത് അമേരിക്കയിലായിരുന്നു റേസ്, ഈ ചിലെ, ബൊളീവിയ അങ്ങനത്തെ കൺട്രീസ്. അവിടെ നിന്ന് ഞാൻ റേസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 2020 അവർ സൗദി അറേബ്യയിലേക്ക് മാറിയത്, ഓക്കെ. ഫുൾ 100% സൗദി അറേബ്യ. അപ്പോഴാണ് ഞാനും തുടങ്ങിയത് എൻ്റെ ഫസ്റ്റ് ഡാക്കാർ. അപ്പം ഞാൻ ഓടിച്ച ഡാക്കാറൊക്കെ സൗദി അറേബ്യയിലാണ്. ഓക്കെ. ആദ്യത്തെ ഈ ഡാക്കാർ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡാക്കാറാണ്, ഈ കൊല്ലത്തെ ഡാക്കാറാണ് ഏറ്റവും വിഷമം. ഫിസിക്കലിയും പിന്നെ നാവിഗേഷനിൽ ഭയങ്കര ഡിഫിക്കൽട്ടാക്കി. ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഫുൾ ഡാക്കാറിൽ മേ ബി ഒരു 3-4 വട്ടം ലോസ്റ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡ് ബുക്ക് വായിച്ചിട്ട് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഓടോ 0 ആണ്. 1 കിലോമീറ്ററിൽ ടി ജംഗ്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ സിമ്പിളായിട്ട് പറയണം, ടി ജംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു റോഡ് ബുക്കിൽ. നമ്മൾ ടി ജംഗ്ഷനിൽ എത്തി റൈറ്റ് എടുത്ത് വിചാരിച്ചു, എന്നിട്ട് 1 കിലോമീറ്റർ പോയി, എന്നിട്ട് തെറ്റിന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഓടോയിൽ 2 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് യൂ ടേൺ അടിച്ച് തിരിച്ച് ടി ജംഗ്ഷനിൽ വന്നു. അപ്പോൾ നമ്മൾ ഓടോയിൽ 3 കിലോമീറ്റർ ആയി. അപ്പോൾ അവിടെ നമ്മൾ മാനുവലി മൈനസ് അമർത്തണം കിലോമീറ്റർ. 1 കിലോമീറ്റർ എക്സ്ട്രാ ആയി, 2 കിലോമീറ്റർ എക്സ്ട്രാ മാനുവലി അമർത്തിയിട്ട് തിരിച്ച് നല്ല വഴിയിൽ പോകണം. അപ്പോൾ അങ്ങനെ ലോസ് ആവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് ഈ കൊല്ലത്തെ കമ്പയർ ടു ഫസ്റ്റ് കൊല്ലം. എല്ലാ വർഷവും അത് ഭയങ്കര ഒരു ടഫ്നെസ് കൂടിക്കൊണ്ടുവരികയാണ് ഈ ഒരു. എനിക്ക് തോന്നുന്നു അവരുടെ ഐഡിയ അതാണ്. അവർക്ക് ബേസിക്കലി ആദ്യത്തെ കൊല്ലം ഭയങ്കര സ്പീഡായിരുന്നു, കുറച്ചുകൂടി ഭയങ്കര ഹൈ സ്പീഡായിരുന്നു, ആവറേജ് സ്പീഡ്. അത് അവർ കുറച്ചു. അതും കുറച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും റൈഡിങ്ങിന് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാവുക ചെയ്യുക. കാരണം ഇപ്പോൾ 400 കിലോമീറ്ററിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് സ്പീഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 5-6 മണിക്കൂർ എടുക്കും. അപ്പോൾ ഫിസിക്കലി ഭയങ്കര ഡിമാൻഡിങ് ആവും. സാധാരണ ആവറേജ് സ്പീഡ് കുറയ്ക്കുമ്പോൾ അവർ കുറച്ചുകൂടി ടെക്നിക്കൽ സെക്ഷനിലിടും, കുറച്ചുകൂടി കല്ലുകളിടും. അപ്പോൾ അതൊക്കെ ഡിഫിക്കൽട്ടാണ് ശരിക്കും. ഓക്കെ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു മരുഭൂമിയിൽ ഒരു ഡെസേർട്ടിൽ നടക്കുന്ന ടൈപ്പ് ഓഫ് റാലിയാണ്. ഇതിവിടെ നമുക്കൊരു എക്സ്റ്റേണൽ കണക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. ഇൻ കേസ് ബൈക്ക് ഡാമേജ് ആകുകയാണെങ്കിൽ ഹെലികോപ്റ്ററിലാണ് അത് നമ്മൾ പുൾ ഓഫ് ചെയ്യുന്നത്. സോ പ്രീവിയസിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അതായത് മെയിൻ എൻ്റെ ലാസ്റ്റ് കൊല്ലം തുടങ്ങിയത് അത്ര നന്നായിട്ടല്ല. ഡാക്കാരൻ എല്ലാ കൊല്ലം ജനുവരിയിലാണ് തുടങ്ങിയത്. ഡാക്കാർ ഓൾമോസ്റ്റ് എല്ലാ കൊല്ലം ന്യൂ ഇയർ ടൈമിന് ഞാൻ ഒന്നില്ലെങ്കിൽ ഫ്ലൈറ്റിലാവും അല്ലെങ്കിൽ സൗദി അറേബ്യയിലാവും ഹോട്ടലിൽ. അപ്പോൾ 2-ാം തീയതി 3-ാം തീയതി ആയിട്ടാണ് തുടങ്ങി. ഇക്കൊല്ലം 5-ാം തീയതിയാണ് തുടങ്ങിയത്. എന്നിട്ട് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് കുഴപ്പമില്ല. അതിന് 4th സ്റ്റേജിൽ ഞാൻ ഒരു ക്രാഷായി നീച്ചു. പക്ഷെ എനിക്ക് ബാക്കിൽ അത്യാവശ്യം ഒരു സ്റ്റിങ്ങിങ് പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ അത്ര ആ പെയിൻ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര പെയിൻ അല്ല, പക്ഷെ എന്നാലും ഒരു വിയർഡ് കൈൻഡ് ഓഫ് പെയിൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു റൈഡർ കഴിഞ്ഞ് ഒരു റൈഡർ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ 2ാമത്തെ റൈഡർ എത്തി അവിടെ. അപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യണം. അത് റൂൾ പ്രകാരം മാത്രമല്ല, അവർ എന്തായാലും സ്റ്റോപ്പ് ചെയ്യും ആരെങ്കിലും വീണുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ. അവരുടെ ടൈം പിന്നെ അവർ നോക്കിയിട്ട് അവർ റെഡ്യൂസ് ചെയ്യും. ഇനിഷ്യലി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ക്രാഷായി. ഒരു 50-60 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഉള്ളിൽ, ഡെസേർട്ടിന്റെ ഉള്ളിലാണ്. 50-60 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത ആള്. അല്ല, അതായത് ഇപ്പൊ ഞാൻ തുടങ്ങി വിചാരിച്ചോ, അത് ഞാൻ തുടങ്ങി കഴിഞ്ഞ് ചിലപ്പോ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്റെ ബാക്കത്തെ ആള് തുടങ്ങും. അപ്പൊ അയാളുടെ സ്പീഡ് അനുസരിച്ചിട്ട് ഇപ്പൊ ഞാൻ ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ വേഗം പിടിക്കും. ഞാൻ നല്ല സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അയാൾ ഹെലികോപ്റ്ററിനെ വിളിച്ചു. ഹെലികോപ്റ്റർ അപ്പോൾ ഓൾമോസ്റ്റ് ഡാക്കാറിൽ എവിടെ വീണാലും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഹെലികോപ്റ്റർ വരും. അങ്ങനെയാണ് അവർ ഓർഗനൈസ് ചെയ്യുന്നത് ഹെലികോപ്റ്ററിൻ്റെ പൊസിഷൻ. അവർക്ക് എത്ര 6-8 ഹെലികോപ്റ്റർ ഉണ്ട് ഫുൾ റേസിൽ. അപ്പോൾ ഹെലികോപ്റ്റർ എത്തി, ഡോക്ടർ വന്നു, എന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ കണ്ണും കൊണ്ടൊന്നും കണ്ടില്ല. പക്ഷെ അയാൾ റെക്കമെൻഡ് ചെയ്ത് ഓടിക്കണ്ടാണ്, കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ കൊല്ലം എൻ്റെ ഡാക്കാർ ഫിനിഷായി. അപ്പോൾ അവിടുന്ന് പിന്നെ ഞാൻ ഹെലികോപ്റ്ററിൽ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി. ഹെയിലാണെന്ന് തോന്നുന്നു സൗദിയിൽ. എന്നിട്ട് അവിടെ നിന്ന് MRI എടുത്തു, എക്സ്റേ എടുത്തു. ഫസ്റ്റ് എക്സ്റേ എടുത്തു. എന്നിട്ട് എക്സ്റേ എടുത്തപ്പോൾ അവർ പറഞ്ഞു എൻ്റെ വെർട്ടിബ്ര ബ്രേക്ക് ആയിട്ടുണ്ട്, പക്ഷെ സ്റ്റേബിൾ ഫ്രാക്ചർ ആയിരുന്നു, അതായത് പൊട്ടിയിട്ട് മൂവ് ആയിട്ടില്ല. അപ്പം അത് ഒരു നല്ല ഒരു ന്യൂസാണ്, പക്ഷെ മോശമുള്ള ന്യൂസാണ്. അപ്പം അങ്ങനെയായിരുന്നു മുമ്പത്തെ കൊല്ലം തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു, ഇന്ത്യയിൽ വന്നു, റിക്കവറിയൊക്കെ ആയി. 3.5 മാസം കഴിഞ്ഞിട്ട് ബൈക്ക് ഓടിക്കാൻ തുടങ്ങി. എന്നിട്ട് 2 ആഴ്ചയുടെ പിന്നെയും വീണു, എൻ്റെ റിസ്റ്റ് ഒടിഞ്ഞു. അത് വീട്ടിലായിരുന്നു കേരളയിൽ. അപ്പോൾ ആദ്യത്തെ ഒരു 4-5 മാസം ഭയങ്കര മോശമായിരുന്നു. അത് ഞാൻ എങ്ങനെ ടേൺ അറൗണ്ട് ചെയ്ത് ടർക്കിയിൽ ഒരു റേസിൽ ഞാൻ ജയിച്ചു. കുറച്ചുകൂടി ചെറിയ റേസായിരുന്നു.
അതിൽ കാറ്റഗറിയിൽ ജയിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാക്കാർ. ഹരിത് ഇപ്പോൾ TVS റേസിംഗ് ടീമിന്റെ ഭാഗമാണ്. സോ എങ്ങനെയാണ് TVSലേക്ക് എത്തിയത്, അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ഓൾമോസ്റ്റ് റേസിംഗ് തുടങ്ങിയപ്പോഴന്നെ TVSൽ കയറി. അങ്ങനെയല്ല, ഞാൻ ആദ്യം 2009 ഫസ്റ്റ് വട്ടം ബൈക്ക് ഓടിച്ചത്, റേസ് ഓടിച്ചത്. അത് കഴിഞ്ഞിട്ട് 10ൽ കുറച്ച് ഓടിച്ചു. ഞാൻ അപ്പോഴും പഠിക്കായിരുന്നു സ്കൂളിൽ. അതപ്പോൾ 2009 ഏത് ഇതിലാണ്? എൻഡ് ഓഫ് 2009 വീട്ടിൻ്റെ എനിക്കൊരു ബൈക്ക് കിട്ടിയതാണ് ക്രിസ്മസിന് അമ്മ പ്രസൻ്റ് ആയിട്ട് തന്നു. എന്നിട്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പാടങ്ങളുണ്ട്, അവിടെ അവർ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ എല്ലാ ദിവസവും നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഈ വീക്കെൻഡിൽ റേസ് ഉണ്ട്, അപ്പോൾ അതിനവർ പ്രാക്ടീസ് ചെയ്യാറ് അവിടെ. അപ്പോൾ അങ്ങനെ അവരെൻ്റെ അടുത്ത് ചോദിച്ചു റേസ് ചെയ്യണോ. അപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞു. പിന്നെ പക്ഷെ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അത്ര കറക്റ്റായിട്ടൊന്നും അറിയില്ല. എന്നിട്ട് ഞാൻ എന്തായാലും പങ്കെടുത്തു, കുറച്ച് അതിനെ പറ്റി ഗൂഗിൾ ചെയ്തു, കുറച്ച് പഠിച്ചു. പക്ഷെ അത്രയൊന്നും അറിഞ്ഞില്ല. ആ റേസ് ഓടിച്ചു, ലാസ്റ്റായി. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അത് കുറച്ചുകൂടി ഓടിക്കണം, കുറച്ചുകൂടി ബെറ്റർ ആവണമെന്ന് തോന്നിയത്. എന്നിട്ട് 10ൽ കുറച്ച് 2-3 റേസുകൾ ഓടിച്ചു, അത്ര ഓടിച്ചില്ല. പിന്നെ 11ലാണ് കുറച്ചുകൂടി ഞാനും എൻ്റെ ഫാദറും ഡിസൈഡ് ചെയ്ത് ഞങ്ങൾക്ക് കുറച്ചുകൂടി നാഷണൽ റേസുകളൊക്കെ പോവുക. പിന്നെ നാഷണൽ സൂപ്പർ ക്രോസ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട് ഇന്ത്യയിൽ, അതാണ് മെയിൻ റേസിംഗ് ചാമ്പ്യൻഷിപ്പ്. അത് റാലി അല്ല, അതിങ്ങനെ ക്ലോസ് സർക്യൂട്ടിൽ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ട്രാക്ക് മാറി അത് ഓടിക്കാൻ തുടങ്ങി. അതിലും തുടക്കത്തിൽ എത്ര 4-മനോ 3-മനോ അങ്ങനെയൊക്കെ റേസുകളിൽ. പിന്നെ അത് 6 റൗണ്ടാണ് ചാമ്പ്യൻഷിപ്പാണ്. അപ്പോൾ പോയിന്റ്സ് ആണ് വരിക, നോർമൽ ചാമ്പ്യൻഷിപ്പ് മാതിരി. എന്നിട്ട് 3-മത്തെ റൗണ്ടിലോ 4-മത്തെ റൗണ്ടിലേക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് പോയിന്റ്സിൽ ടോപ്പ് 3-ലോ ടോപ്പ് 2-ലോ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു, എൻ്റെ ടീം വിചാരിച്ചു നമുക്ക് ചിലപ്പോൾ ചാമ്പ്യൻ ആവാം. അപ്പോൾ മിഡ് വേ ത്രൂ ദ സീസൺ ലൈക്ക് കുറച്ചുകൂടി ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. കുറച്ചും കൂടി ട്രെയിൻ ചെയ്യാൻ തുടങ്ങി ആ സമയത്ത്. എന്നിട്ട് ഞാൻ ചാമ്പ്യനായി. എന്നിട്ട് അടുത്ത കൊല്ലം ഞാൻ TVSൽ കയറി. അഫ്കോഴ്സ് ഞാൻ വെറും ഒരു റൈഡറായിരുന്നു, അവരിൽ കുറേ റൈഡേഴ്സ് ഉണ്ട്. എന്നിട്ട് അങ്ങനെ ട്രെയിൻ ചെയ്ത് കുറച്ചുകൂടി ബെറ്ററായി. അപ്പോഴും ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബെറ്ററായി. എന്നിട്ട് TVS ആയിരുന്നു ഫസ്റ്റ് ഇന്ത്യൻ മാനുഫാക്ചറർ ഡാക്കാർ റാലിയിൽ പങ്കെടുക്കണം. അപ്പോഴും ഞാൻ മെയിൻ സൂപ്പർ ക്രോസ് ആയിരുന്നു, റാലിയൊന്നും ഓടിക്കുന്നുണ്ടാകുന്നില്ല. എന്നിട്ട് ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ചിലപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആവും ആ ഫീൽഡിൽ ട്രൈ ചെയ്യാൻ. പിന്നെ എനിക്ക് എപ്പോഴും ചൈൽഡ്ഹുഡ് മുതൽ ഒരു ഡ്രീം ഉണ്ടായിരുന്നു, അങ്ങനെ ഏതെങ്കിലും ഒരു സ്പോർട്ടിൽ വേൾഡിൽ ബെസ്റ്റ് ലെവലിൽ കമ്പീറ്റ് ചെയ്യാൻ. അത് ഡാക്കാറാണുള്ളത് പെർഫെക്റ്റ് എക്സാമ്പിൾ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഓഫ് റോഡ് റേസിങ്ങിൽ മെയിൻ പിന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, അവർ ഓക്കെ. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ഇൻ്റർനാഷണൽ റാലി ഓടിച്ചത് മൊറോക്കോയിലാണ് 2018. അത് ഞാൻ ഓക്കെ ആയിട്ട് ഓടിച്ചതാണ്. അപ്പോൾ അവർ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി തന്നു. എന്നിട്ട് 2020ലാണ് ഫസ്റ്റ് ഡാക്കാർ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് TVSനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമായിരുന്നോ എനിക്ക് ഡക്കാറിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ? അതോ അവർ സജസ്റ്റ് ചെയ്യായിരുന്നോ? ഒരുമിച്ചിട്ട് അങ്ങനെ പറയാം. കാരണം ഓൾമോസ്റ്റ് മോർ ദാൻ 10 years ആയി അവരുടെ കൂടെ. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ജയിച്ചാൽ ഒരുമിച്ച് ജയിക്കും, തോറ്റ ഒരുമിച്ച് തോൽക്കും, അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഈ ഡാക്കാറിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഡാക്കാർ മാത്രമല്ല എല്ലാ ഡാക്കാറിലും ഞാൻ റിസൾട്ട്സ് നോക്കില്ല. റേസ് ഫുൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെക്ക് ചെയ്യുക ഞാൻ എവിടെയാണ്. അപ്പോൾ അതും അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവരെ ഫുൾ സപ്പോർട്ടാണ്. ഒബ്വിയസ്ലി അവർക്കും ബെസ്റ്റ് ആവണം, ബെസ്റ്റ് പെർഫോമൻസ് കിട്ടണം, എനിക്കും ബെസ്റ്റ് പെർഫോമൻസ് കിട്ടണം. പക്ഷേ they accept like the way I do it, you know. So that's like nice. And ചാമ്പ്യൻ ആയതിനു ശേഷം TVSന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസും ആ ഒരു ഫീലും, പിന്നെ കൊച്ചിയിൽ ഇവിടെ സ്വീകരിക്കാൻ കുറച്ച് എന്തൂസിയാസം ഉണ്ടായിരുന്നു. സോ ആ ഒരു ഫീൽ ഒന്ന് ഷെയർ ചെയ്യാം. ആദ്യം ഞാൻ കൊച്ചിയിൽ ഇറങ്ങിയപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് നാണുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഭയങ്കര നല്ല ഫീലിംഗ്. എനിക്ക് തോന്നുന്നു ഞാനത് ലാസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റാലി 2-ൽ വിന്നറാണെന്ന്. അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് സമയമെടുത്തു അത് അക്സെപ്റ്റ് ചെയ്യാൻ. അത്രയ്ക്കും വലിയ എസ്പെഷ്യലി ആ ട്രോഫി, അത് കുറേ ആൾക്കാരുടെ ഒരു ഡ്രീമാണ് അതെടുക്കാൻ. എന്നിട്ട് അത് നമുക്ക് എടുക്കാം, അതും ടോപ്പ് സ്റ്റെപ്പിൽ. ഓഫ്കോഴ്സ് റാലി 2 ആണ്, പക്ഷെ എന്നാലും അതൊരു ഫസ്റ്റാണ്, നമ്പർ 1 ആണ്, ട്രോഫിയാണ്. അത് ഒരു 10 കിലോ ഉണ്ടാവും ആ ട്രോഫി ഏകദേശം. അപ്പം അതിൻ്റെ ഒരു ആ വാല്യൂ ഭയങ്കര, എങ്ങനെ പറയാ, അങ്ങനെ. ഒരു ക്രാഷ് ഉണ്ടായെന്ന് പറഞ്ഞു. ആ ക്രാഷ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അത്ര ലവ് ചെയ്യുന്ന ഒരു സ്പോർട്ടിൽ നമുക്കൊരു ക്രാഷ് ഉണ്ടായ സമയത്ത് നമ്മുടെ ഒരു മെന്റൽ സ്റ്റേജ് ഉണ്ടല്ലോ, നമ്മൾ വീണ്ടും ഇതിലേക്ക് പോകണോ അതോ ഇവിടെ കൊണ്ട് നിർത്താം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു
മെൻ്റൽ സ്റ്റേജോ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഐ മീൻ വീട്ടിലെ പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിങ്സ് വന്നിരുന്നോ? പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും അവർ സപ്പോർട്ടാണ്. ഞാൻ എന്ത് ചെയ്താലും അവർ സപ്പോർട്ട് ചെയ്യും. എന്ത് ചെയ്താലും അല്ല, പക്ഷെ നല്ല കാര്യങ്ങളൊക്കെ. പക്ഷേ നിർത്തണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഈ വട്ടം മുമ്പത്തെ കൊല്ലം ആ ബാക്ക് ഒടിഞ്ഞു കഴിഞ്ഞതും കൈ ഒടിഞ്ഞപ്പോൾ അതൊക്കെ തോന്നുന്ന എല്ലാ അത്ലീറ്റ്സിനും ഉണ്ടാവും. അങ്ങനെ ഡബിൾ ബാക്ക് ടു ബാക്ക് ഒക്കെ ഇഞ്ചറി ആകുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുക എന്തിനാ ഞാൻ എത്ര ആ ചോദ്യം ചിലപ്പോൾ വരും. പക്ഷേ എപ്പോഴും എന്ത് ഇഞ്ചറി വന്നാലും എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉള്ളത് എങ്ങനെയാണ് ഞാൻ ഏറ്റവും വേഗം തിരിച്ച് ഫിറ്റ് ആവുക. കുറച്ച് സാഡാണ്, കാരണം നമ്മൾ ഒരു ഫുൾ കൊല്ലം ട്രെയിൻ ചെയ്യും, ഫിറ്റ്നസ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവിടെയോ, പിന്നെ ക്രാഷ് ഇവിടെയോ, പിന്നെ നമ്മൾ ഫുൾ കൊല്ലം ട്രെയിൻ ചെയ്തിട്ട് ജസ്റ്റ് അവിടെ എത്തണുള്ളൂ. പക്ഷെ അതാണ് റേസിങ്. സോ ഐ തിങ്ക് യു ആർ റിയലി എൻജോയിങ് ദാറ്റ് പെയിൻ. ഓക്കെ. സോ ഈ ഒരു പാഷൻ എന്നാണ് റിയലൈസ് ചെയ്തത്, ഈ റേസിങ്ങിനോടുള്ള പാഷൻ? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാടത്ത് ഓടിച്ചപ്പോൾ എനിക്ക് ബൈക്കും ഓഫ് റോഡ് ഓടിക്കാനുള്ളൊരു പാഷൻ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സൂപ്പർ ക്രോസ് ആയിരുന്നു മെയിനായിട്ട്. എനിക്ക് റാലി അത്രയ്ക്കും എനിക്ക് തോന്നിയില്ല ചെയ്യാൻ. പിന്നെ ഓഫ്കോഴ്സ് ആ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു റാലിയിൽ, ഡാക്കാറിൽ ചിലപ്പോൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ. അപ്പോൾ അത് എൻ്റെ ആദ്യത്തെ റാലി കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ആദ്യത്തെ ഡാക്കാർ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് സൂപ്പർ ക്രോസിലേക്ക് നോക്കിയിട്ട് തന്നെ ഇല്ല. ഞാൻ ഫുൾ റാലി തന്നെ ഇതന്നെ എനിക്ക് ചെയ്യണം, ഇതിൽ തന്നെ ബെറ്റർ ആവണം. കാരണം റാലിയിൽ വെറും റൈഡർ സ്കില്ലല്ല. അതായത് ഇപ്പോൾ നമ്മളൊരു സൂപ്പർ ക്രോസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ റോഡ് റേസിങ് എടുക്കുകയാണെങ്കിൽ അതിലും ഫിറ്റ്നസ് വേണം, മെൻ്റൽ സ്ട്രെങ്ത് വേണം, അതൊക്കെ വേണം. പക്ഷെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയില്ല, പക്ഷെ വെരി ഹൈ പെർസെൻറ്റേജ് റൈഡിങ് സ്കില്ലാണ്. പക്ഷെ റാലിയിൽ അങ്ങനെയല്ല. റാലിയിൽ റൈഡിങ് സ്കില്ല് വേണം ഓഫ്കോഴ്സ്, പക്ഷെ നാവിഗേഷൻ സ്കില്ല് വേണം. ഓൾമോസ്റ്റ് 50-50 ആയിട്ട് പറയാം. പിന്നെ ഫിറ്റ്നസ്, എൻഡ്യൂറൻസ്, മെൻ്റൽ സ്ട്രെങ്ത്. അപ്പോൾ അതുകൊണ്ട് ഈവൻ പ്ലേയിങ് ഫീൽഡാണ് കുറച്ച്. ഞാനിപ്പോൾ 16 വയസ്സിലാണ് ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയത്. സാധാരണ ഇപ്പോൾ ടോപ്പ് റൈഡേഴ്സൊക്കെ 3 വയസ്സിൽ തുടങ്ങും, 5 വയസ്സിൽ റേസ് ചെയ്യും. അപ്പോൾ ആ സ്കില്ലിലുള്ള ബാക്ക്വേർഡുള്ള ഇത് ക്യാച്ചപ്പ് ചെയ്യാൻ കുറേ പണിയുണ്ട്. പക്ഷെ അതേ സമയത്ത് ഈ നാവിഗേഷനിൽ എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം നല്ലതാണ്. അതുകൊണ്ടാണ് ഈ റിസൾട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കാരണം അതിൽ വെറും സ്കില്ലല്ല, ആ കാൽക്കുലേഷൻ വേണം. ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി നോർത്ത് സൗത്ത് അങ്ങനെ. അതായത് നമ്മളിപ്പോൾ ട്രാക്കിൽ പോകുമ്പോൾ ലൈനുകളാണ് വരിക ഈ റോഡ് ബുക്കിൽ. ട്രാക്ക് ഇല്ലാത്ത സ്ഥലത്ത് കൂടെ പോകുമ്പോൾ വെറും ഡിഗ്രീസിലാണ് ഓടിക്കുക, കോമ്പസ് ഹെഡിങ്. അപ്പോൾ നമ്മളിപ്പോൾ 100 ഡിഗ്രിയിൽ പോവുകയാണ് വിചാരിച്ചോ, 100 ഡിഗ്രിയിൽ 1 കിലോമീറ്ററിൽ 100 ഡിഗ്രിയിൽ പോകണം. അപ്പോൾ നമ്മൾ 100 ഡിഗ്രി പിടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു 3-ാമത്തെ കിലോമീറ്ററിൽ 348 ഡിഗ്രിയിൽ പോകണം. അപ്പോൾ ഇങ്ങോട്ട് റൈറ്റാ ലെഫ്റ്റാ തിരിയുക. കാരണം അപ്പോൾ ആകെ ഏകദേശം 100 ഡിഗ്രി ചേഞ്ച് ചെയ്താൽ 148. റൈറ്റ് തിരിഞ്ഞാൽ കുറേ തിരിയണം. അപ്പോൾ ആ കാൽക്കുലേഷനൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ അതൊരു എക്സാമ്പിളാണ്. അങ്ങനെ ആലോചിച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആയാലും മാത്രമേ ചില ദിവസങ്ങളിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ആ ഒരു സ്റ്റേജ് 10-ൽ ഞാൻ 5th ആയി ഓവറോൾ. അതാണ് എനിക്ക് തോന്നുന്നത് ഫുൾ റേസിംഗ് കരിയറത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മൊമെന്റ്. അതിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 30 കിലോമീറ്റർ വരെ ഞാൻ ഫസ്റ്റ് ആയിരുന്നു, ഓവറോൾ ഫസ്റ്റ്. അത് ഒരിക്കലും ഞാൻ സ്വപ്നം തന്നെ കണ്ടിട്ടില്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത് എൻ്റെ റോ സ്പീഡ് കാരണമല്ല, സ്പീഡുമാണ്, പക്ഷെ ഈ നാവിഗേഷൻ സ്കില്ലും ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോ സ്വപ്നം കാണാമല്ലോ അല്ലേ? ഇനിയിപ്പോ ഒരു കൊല്ലം 11 മാസം കൂടി ഉണ്ട്. ഓക്കെ. സോ ഹൗ ഡു യു ഡിഫൈൻ ലൈഫ് ആസ് എ റേസർ? I think, racing, it's like there are many aspects. It's not just going for the races. Training and sleep, for example. And, training മാത്രമല്ല, more than training, recovery. അതായത് നമ്മൾ ശരിക്കും ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഫിറ്റ്നസ് ആണെങ്കിലും റൈഡിങ് ആണെങ്കിലും അതിന് റിക്കവറി വേണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ കുറേ ഡെഡിക്കേഷൻ ഉണ്ട്, കുറേ ട്രെയിൻ ചെയ്യും, പക്ഷേ ഈ റിക്കവറി ചെയ്യില്ല. അത് ലോങ് റണ്ണിൽ ഭയങ്കര ഓൾമോസ്റ്റ് ട്രെയിനിങ്ങിൽ ചെയ്യലേക്കാട്ടിയും
മോശമാണ് അത്. അതായത് ഞാനിപ്പോൾ ഒരു സെഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡ് ഒരു 2-3 hours സെഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ അടുത്ത 2-3 മണിക്കൂർ ഞാൻ റെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അടുത്ത കമ്പ്യൂട്ടറിലുള്ള വർക്കല്ല, ശരിക്കും ഒരു കസേലയിൽ ഇരുന്നിട്ട് TV കാണുക അല്ലെങ്കിൽ വെറുതെ കിടക്കുക. ആ ബോഡിക്ക് അത് ആവശ്യമാണ്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് അതിനൊക്കെ സമയം വേണം. അപ്പോൾ കുറേ സമയം വേണം. അപ്പോൾ ഓൾമോസ്റ്റ് ഫുൾ ടൈം ജോബാണ് എനിക്ക് തോന്നുന്നു പ്രൊഫഷണലി ആയിട്ട് ചെയ്യുമ്പോൾ. ഓഫ് കോഴ്സ് ചിലവർക്ക് നാച്ചുറൽ സ്കില്ലുണ്ട്, പക്ഷെ നാച്ചുറൽ സ്കില്ലും കൊണ്ട് ഒരു ലിമിറ്റ് വരെയാണ് പോകാൻ പറ്റുള്ളൂ. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും മറിക്കും. കേരളത്തിലെ റേസിംഗ് കൾച്ചർ കുറച്ച് നാൾ മുന്നേ വരെ ഭയങ്കര ഒരു ലോ ലെവലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു ചെറിയൊരു സ്ലൈറ്റ് അതിനകത്തൊരു ചേഞ്ചസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതിനെ എങ്ങനെയാണ് ഒരു പോയിന്റ് ഓഫ് വ്യൂ? എനിക്ക് തോന്നുന്നു ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓഫ് റോഡിൻ്റെ കാര്യമാണ് പറയുന്നത്. റോഡ് റേസിംഗിൽ എനിക്ക് അത്ര ഇൻഫർമേഷൻ അറിയില്ല. ഞാൻ മോട്ടോർ ലോക്കൽ റേസ് എനിക്ക് തോന്നുന്നു ഇവിടെ കേരളയിൽ കുറച്ചും കൂടിയും കമ്മിയാവണ മാതിരി എനിക്ക് തോന്നിയത് ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വരെ ഈ സമയം വരെ. പക്ഷേ റൈഡേഴ്സ് എന്തായാലും കൂടുണ്ട്, എസ്പെഷ്യലി യങ് റൈഡേഴ്സ്. ഞാനിപ്പോൾ തുടങ്ങിയപ്പോൾ സൂപ്പർ ക്രോസിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഉറപ്പില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഐ വാസ് വൺ ഓഫ് ദ യങ്ങസ്റ്റ്. 16 വയസ്സ് 17-18 വയസ്സ്. ഇപ്പോൾ ഒരു സൂപ്പർ ക്രോസ് റേസിന് പോയാൽ കേരളയിൽ നിന്ന് തന്നെ ചെറിയ കുട്ടികൾ കുറച്ച് അത്യാവശ്യം കുട്ടികളുണ്ട്. പിന്നെ പുറത്തുനിന്ന് പൂനെന്ന് അവിടുന്ന് അച്ഛനും അമ്മയൊക്കെ ആയിട്ട് അത് ഭയങ്കര ആ കൾച്ചർ ഇവിടെ വരാൻ തുടങ്ങി. ഓഫ് കോഴ്സ് ആകെ ഒരു 10-15 ആൾക്കാരേ ഉള്ളൂ, പക്ഷേ കാരണം നമ്മുടെ കൺട്രി അത്രയ്ക്കും വലുതാണ്, കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അത് കാണാൻ എന്തായാലും ഒരു പോസിറ്റീവ് ഇതാണ്. പിന്നെ ഒബ്വിയസ്ലി ഡാക്കാറിൽ ഇപ്പോൾ 2 ടീമായി ഇന്ത്യയിൽ നിന്ന്, അതൊക്കെ ഒരു നല്ലൊരു പോസിറ്റീവ് സൈഡിലേക്കാണ്. പിന്നെ ഇക്കൊല്ലം ഒരു സൂപ്പർ ക്രോസ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങി, അത് TV-യിൽ വരാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു നല്ല ഡയറക്ഷനാണ്. ഓഫ് കോഴ്സ് വി ഹാവ് എ ലോങ് വേ ടു ഗോ. ഇപ്പോഴും ഞാനിപ്പോൾ എവിടെയെങ്കിലും ഓടിക്കുകയാണെങ്കിൽ പെർമിഷൻ ഇല്ലാതല്ല, പെർമിഷൻ ചെയ്തിട്ട് പോലീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ എന്തായാലും എന്താ അവിടെ എന്താ ഈ ബൈക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല. പക്ഷെ ആദ്യത്തെ അവർക്ക് അറിയില്ലല്ലോ, അത് അവരുടെ തെറ്റുമല്ല. പക്ഷെ അതൊക്കെ തോന്നുന്നു സമയമെടുക്കും എന്തായാലും. അത് ചോദിക്കാൻ കാര്യം, നമുക്ക് എല്ലാ വർഷവും തൃശ്ശൂർ ഇപ്പോൾ ബാൻഡഡ് ഹോസ്പിറ്റൽ ഒരു റേസിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവരത് കണ്ടക്ട് ചെയ്ത സമയത്ത് പബ്ലിക് കേസ് കൊടുത്തിട്ട് കുറച്ച് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കൾച്ചറിന്റെ ഇവല്യൂഷൻ അതിന്റെ കാര്യങ്ങൾ അതൊക്കെ തോന്നുന്നു എപ്പോഴും എതിർക്കാൻ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു എന്ത് ഫീൽഡ് എടുത്താലും നമ്മൾ അതിന്റെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും അത് വർക്ക് ചെയ്യിപ്പിക്കാൻ ലീഗലി ചെയ്യണം. സോ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സജഷൻസ്, ഐ മീൻ ഈ ഒരു ഇന്റർനാഷണൽ എക്സ്പോസർ കിട്ടിയ ആ ഒരു ടൈമിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുവരായിരുന്നു, അല്ലെങ്കിൽ ചില നിയമങ്ങൾ മാറ്റിയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ടോ? മോട്ടോർ ക്രോസിനെ എൻകറേജ് ചെയ്യുന്ന രീതി എനിക്ക് തോന്നുന്നു ലീഗലി സമ്മതം, അതായത് ഒഫീഷ്യലി റേസുകൾ നടത്താൻ എനിക്ക് തോന്നുന്നു സമ്മതിക്കണം. അതൊക്കെ തോന്നുന്നു കേരളത്തിൽ കുറച്ച് പ്രശ്നമായിട്ട് കിടക്കണം. അതാണ് ഇവിടെ ഇപ്പോൾ റേസിൽ നടക്കാറ്. അതായത് റോട്ടിലുള്ള റേസിംഗ് അല്ല ഞാൻ പറയുന്നത്, ലീഗലി ഒരു റേസ് നടത്തുക. FMFC ഉണ്ട്, ഇന്ത്യത്തെ മോട്ടോർ സ്പോർട്സ് ഫെഡറേഷൻ. അവരുടെ രജിസ്റ്റർ ചെയ്ത ക്ലബ്ബ് ഒരു റേസ് നടത്താൻ ലീഗലി ഒരു ഗ്രൗണ്ടിൽ ക്ലോസ് സർക്യൂട്ടിൽ എന്താ വെച്ചാൽ ലീഗൽ പേപ്പർ വർക്കൊക്കെ ചെയ്തിട്ട് റേസുകൾ നടക്കാൻ പറ്റണം. കാരണം എന്നാലാണ് ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവുന്നല്ല, എന്നാലാണ് കൂടുതൽ ആൾക്കാർ ഇത് അറിയുള്ളൂ. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ 5 കുട്ടികൾ ഇപ്പോൾ കേരളയിൽ നിന്നുണ്ടെന്ന് വിചാരിച്ചാൽ, അപ്പോൾ ഇങ്ങനെ ഒരു റേസ് നടക്കുമ്പോൾ വേറൊരു കുട്ടി ഒരു 25 കുട്ടികൾ അങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചാൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ, അതിൽ എന്തായാലും ഒരു 5-6 കുട്ടികൾ എനിക്കിത് ചെയ്യണമെന്ന് പറയും. ചിലപ്പോൾ അതിൽ ഒരു കുട്ടിക്ക് അച്ഛൻ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും. ചിലപ്പോൾ ആ കുട്ടിയാവും ഞാൻ അടുത്തോട്ടം ഡാക്കാർ പഠിക്കുക. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാലാണ് അതിന് ഫ്യൂച്ചർ കുറച്ചുകൂടി ബെറ്റർ ആവും. റേസിംഗ് എന്നുള്ള പ്രൊഫഷനിലേക്ക് വരുമ്പോൾ ഫാമിലി എന്നുള്ള സപ്പോർട്ട് ഭയങ്കര ഒരു മേജർ ഫാക്ടറാണ്. അപ്പം കൊച്ചിലെ മുതലുള്ള ഒരു സപ്പോർട്ടാണോ, അതോ അതിനുശേഷം ഹരിത്തിന് ഇതിനോടുള്ള ആ ഒരു പാഷൻ മനസ്സിലാക്കിയിട്ട് ഫാമിലി സപ്പോർട്ട് ചെയ്തതാണോ? എനിക്ക് ഓൾമോസ്റ്റ് തുടക്കം മുതൽ തന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എൻ്റെ മദർ ആണ് ഫസ്റ്റ് ബൈക്ക് വാങ്ങിച്ചത്. പക്ഷേ മദർ സാധാരണ ഈ റേസിന് അങ്ങനെ വരാറില്ല. പിന്നെ ഓഫ് കോഴ്സ് മദറാണ്, അപ്പോൾ കുറച്ചൊരു പേടി ഉണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും പറ്റുമെന്ന്. പക്ഷേ എന്തായാലും ഫുൾ സപ്പോർട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ എൻ്റെ ഈ സ്റ്റേജിൽ
ഞാൻ പറഞ്ഞ പോലെ ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂട്രീഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയാണ് നോക്കുക. അതായത് ഓർഗാനിക് ഫുഡ്, നല്ല വെറൈറ്റി ഓഫ് ഫുഡ് അങ്ങനെ. പിന്നെ എൻ്റെ അച്ഛൻ ഓഫ് കോഴ്സ് ഞാൻ സൂപ്പർ ക്രോസ് ഓടിച്ച സമയത്ത് എല്ലാ റേസിനും വന്നിട്ടുണ്ടായിരുന്നു. പിറ്റ് മെക്കാനിക് എന്നാണ് പറയുക സൂപ്പർ ക്രോസിൽ. അതായത് മെക്കാനിക് മാത്രമല്ല, ഒരു ബോർഡായിട്ട് ഇങ്ങനെ ഇൻഫർമേഷൻ ഒക്കെ കാണിച്ചു തരും. ഇങ്ങനെ ഞാൻ ഫസ്റ്റാണ് അല്ലെങ്കിൽ ഞാൻ തേർഡാണ്, ഫ്രണ്ട് താൾ ഇത്ര ഫ്രണ്ടിലാണ്. അപ്പോൾ അവർ രണ്ടുപേരുടെ നിന്നും എപ്പോഴും സപ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ ഓഫ് കോഴ്സ് റാലി ആയ കാരണം ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് സൗദിയിൽ അങ്ങനെ ഇതുവരെ എൻ്റെ അച്ഛൻ ഒരു ഇൻ്റർനാഷണൽ റാലിക്ക് വന്നിട്ടില്ല. മേ ബി അടുത്ത കൊല്ലം ഡാക്കാർ. നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടാവും നമ്മളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫ്രണ്ട് ഹരിത്തിനും ഉണ്ട്. സോ അദ്ദേഹമാണ് ഐ തിങ്ക് ഒരു മെക്കാനിക് എന്നുള്ള നിലയിൽ പോലും ഹരിത്തിൻ്റെ കൂടെ പല കാര്യങ്ങളിലും നിന്ന്. സോ ആ ഒരു ഫ്രണ്ടിൽ നിന്നും കിട്ടിയ കുറേ പാഠങ്ങൾ, സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അത് രാംദേവാണ് എൻ്റെ മെക്കാനിക്. വീടിൻ്റെ അടുത്താണ് അവൻ്റെ വീട്. അവൻ ഞാൻ റേസിങ് തുടങ്ങുമ്പോൾ അവൻ എനിക്ക് അറിഞ്ഞിട്ടുണ്ടാകുന്നില്ല. ഇടയിൽ എങ്ങനെ അറിഞ്ഞു, ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ട്. ഇടയിലല്ല, കുറേ പക്ഷെ ഞാൻ പറയാം തുടക്കത്തിലുണ്ടാകും. പിന്നെ അവൻ എല്ലാ ട്രെയിനിങ്ങിന് വരും എൻ്റെ കൂടെ സപ്പോർട്ടിന്. പിന്നെ ഓഫ് കോഴ്സ് ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എസ്പെഷ്യലി ഫോർ എക്സാമ്പിൾ സാൻഡിൽ ഞാൻ കുറേ ഓടിക്കുന്നുണ്ട് ഭാരതപ്പുഴയിൽ. അപ്പോൾ അവിടെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വട്ടം ഓടിക്കുമ്പോൾ ഫിൽറ്ററൊക്കെ മാറ്റണം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എനിക്ക് അവന് ഭയങ്കര ട്രസ്റ്റിംഗ് ആണ്. കാരണം എസ്പെഷ്യലി ഫാസ്റ്റിൽ പോകുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ലൂസൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടുമാണ് എപ്പോഴും എൻ്റെ ബാക്കുണ്ട്. ഇപ്പോൾ എൻ്റെ കൈ ഒടിഞ്ഞപ്പോഴും അവൻ ഉണ്ടായിരുന്നു, എല്ലാത്തിനും അവൻ ഉണ്ട്. അപ്പോൾ അതൊരു നൈസ് ഫീലിംഗ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചാരാൻ ഒരു. ഞാൻ റേസേഴ്സിൻ്റെ ഒരു ജേർണി നോക്കിയപ്പോൾ എല്ലാവരും ഒരു ലിമിറ്റ് കഴിയുമ്പോൾ സ്വന്തമായിട്ട് അക്കാഡമി അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങും. ഇപ്പോൾ നരേൻ കാർത്തികനാണെങ്കിൽ പോലും നമുക്ക് കോയമ്പത്തൂർ അടുത്തൊരു റേസിംഗ് ഒരു അക്കാഡമി പോലെ വരുന്നുണ്ട്. സോ അതുപോലെ കേരളത്തിലൊരു അക്കാഡമി നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്തായാലും. പക്ഷെ ഇപ്പോൾ ഈ സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യണത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറേ സമയം വേണം ട്രെയിൻ ചെയ്യാനും റിക്കവർ ചെയ്യാനും. അപ്പോൾ അത് കുറച്ച് ഈ സമയത്ത് ചെയ്യാൻ കുറച്ച് വിഷമമാണ്. പക്ഷെ മേ ബി ഇൻ ദ ഫ്യൂച്ചർ എന്തായാലും ഞാൻ ചില സമയത്ത് ഇപ്പോൾ TVS റൈഡേഴ്സ് വരാറുണ്ട്, ഒരുമിച്ച് ട്രെയിൻ ചെയ്യാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ മുമ്പത്തെ കൊല്ലം മേസൺ ക്ലൈൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൻ റേസറാണ്, അമേരിക്കൻ. അവൻ്റെ വീട്ടിൽ പോയിട്ട് ട്രെയിൻ ചെയ്യും. ട്രെയിനിങ് എന്ന് പറയാം, പക്ഷെ ഓൾമോസ്റ്റ് ഒരു മ്യൂച്വൽ. ഇപ്പോൾ അവനൊരു സം സ്ട്രെങ്സ് ഉണ്ടാവും, അതിൽ നിന്ന് ഞാൻ പഠിക്കും, എനിക്ക് സം സ്ട്രെങ്സ് ഉണ്ടാവും, അതിൽ നിന്ന് അവൻ പഠിക്കും. അങ്ങനെ ഒരു മ്യൂച്വൽ ട്രെയിനിങ്. TVSുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് TVSനോട് ഒരു റിക്വസ്റ്റ് പറഞ്ഞാൽ കുറച്ചുകൂടെ അവരൊരു ആധികാരികമായിട്ട് പരിഗണിക്കും. അപ്പോൾ കേരളത്തിലേക്ക് ഒരു ട്രെയിനിങ് സെഷനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റേസേഴ്സിനെ പിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കില്ലേ? ഞാനിപ്പോൾ സത്യമാണ് ഞാനൊരു സ്പോർട്സ് സയൻസ് ആണ് പഠിച്ചത്. അപ്പം ഞാൻ എൻ്റെ ഫൈനൽ ഇയറിൽ ഡിസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ ഫൈനൽ ഇയറിൽ ഞാൻ ഒരു പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ ചെയ്തത് എൻ്റെ ഫ്രണ്ട് മുരളി ഉണ്ട് കൊച്ചിയിലാണ്. ഞാൻ അവനെ മീറ്റ് ചെയ്തത് റേസിലാണ്. അപ്പോൾ അവൻ നല്ല റേസറാണ്, എൻ്റെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ റേസ് ചെയ്തതാണ്. എന്നിട്ട് അവൻ നിർത്തി കുറച്ച് 2 കൊല്ലമാണെന്ന് തോന്നുന്നു. എന്നിട്ട് അവനെ ഞാൻ തിരിച്ച് ട്രെയിൻ ചെയ്തിട്ട് റേസ് ഓടിപ്പിച്ചു. അതായിരുന്നു എൻ്റെ പ്രൊജക്റ്റ്. ആകെ 4 മാസം 5 മാസം ഉണ്ടായിരുന്നു. അത് ചെയ്തു. എന്നിട്ട് അവൻ ശരിക്കും ഇമ്പ്രൂവ് ആയി, നാഷണൽ ചാമ്പ്യൻഷിപ്പ് പോയി സെക്കൻഡായി ഒരു റൗണ്ടിൽ. എന്നിട്ട് TVSൽ കയറി. അതൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല കേട്ടോ, നടന്നെന്നുള്ളൂ. അതൊരു നല്ലൊരു സ്റ്റോറിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ നിർത്തി. ഇപ്പം അവൻ ബിസിനസ്സാണ്. പക്ഷെ അതൊരു കൂൾ കഥയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു TVS ഇപ്പോൾ ഈ ഓഫ് റോഡിൽ അത്ര ഇല്ല. പക്ഷെ റോഡ് റേസിങ്ങിന് ഇപ്പോൾ ഇങ്ങനെ 1 മേക്ക് ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ, വുമൻസ് 1 മേക്ക് ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ, അതിന് പല സിറ്റീസിലും അവർ ഇങ്ങനെ സെലക്ഷനൊക്കെ നടത്തേണ്ടത് തോന്നുന്നു. യങ് റൈഡേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല മെസ്സേജ് എനിക്കുള്ളത് ലൈക്ക് a lot is possible, I think, more than you think. നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത കുറേ സംഭവങ്ങൾ ചെയ്യാം, നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങളും ചെയ്യാം. ഇമ്പോസിബിൾ അല്ല എല്ലാതും. ഞാൻ നാളെ വേൾഡ് ചാമ്പ്യൻ ആവണമെന്ന് പറഞ്ഞാൽ നടക്കില്ല എത്ര ആലോചിച്ചാലും. പക്ഷെ കുറേ സംഭവങ്ങളൊക്കെ നടത്തും. ഇപ്പം ഞാൻ ഇപ്പോൾ 5th ആയത്, അതിപ്പോൾ ഞാൻ ഡാക്കാറിന് മുമ്പ് ഞാൻ ആലോചിച്ചിട്ടുണ്ടാകുന്നില്ല.
പക്ഷെ എൻ്റെ മൈൻഡ് സെറ്റ് കുറച്ച് വ്യത്യാസമാണ്. ഞാൻ റിസൾട്ടിൽ ഫോക്കസ് ചെയ്യാതെ എൻ്റെ റൈഡിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ തോന്നുന്ന ഒരു നല്ല മെസ്സേജാണ്. പിന്നെ അങ്ങനെ റേസിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. പക്ഷെ ട്രൈ ചെയ്യുമ്പോഴും 100% ട്രൈ ചെയ്യുക, ഡെഡിക്കേഷൻ ചെയ്യുക, ട്രെയിനിങ് ചെയ്യുക, എന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. വർക്കൗട്ട് ചെയ്യുന്നെങ്കിൽ വർക്കൗട്ട് ചെയ്യില്ല, വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ പലതരം ടീമുകളുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നാഷണൽ സൂപ്പർ ക്രോസിന് പോയിട്ട് അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓൾമോസ്റ്റ് 100% ഏതെങ്കിലും ഒരു ടീം എടുക്കും. പിന്നെ ഏജും യങ്ങർ ആണെങ്കിൽ ബെറ്ററാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ഫ്യൂച്ചറിൽ ഇനിയും ഓപ്പർച്യൂണിറ്റീസ് കൂടാനോ ചാൻസ് ഉള്ളൂ, കുറയാൻ ചാൻസ് ഉള്ളൂ. കേരളത്തിൽ നിന്ന് ഇപ്പോൾ യങ് റൈഡേഴ്സ് പല റേസിലും പങ്കെടുക്കുന്നതായിട്ട് നാം കാണാറുണ്ട്. സോ ഇനി അതും ഫ്യൂച്ചറിൽ വരട്ടെ. ഹരിത് നോഹ അങ്ങനെയുള്ള ഒരു യങ് ജനറേഷൻ ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഇത്രയും തിരക്കുള്ള ഈ സമയത്ത് ഞങ്ങളുമായിട്ട് സമയം പങ്കിട്ടതിനുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു.